ഒരു സിനിമയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അതിലെ കഥാപാത്രവും ആ കഥാപാത്രമായിട്ട് അഭിനയിച്ചിരിക്കുന്ന നടൻ്റെ രൂപവും പേരുമൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് പെട്ടെന്ന് ഓടി വരുന്നുണ്ടെങ്കിൽ അതിൽ മുന്നിൽ നിൽക്കുന്ന ഒരു സിനിമയാണ് ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ സിനിമ. മലയാളത്തിലെ ഗോഡ് ഫാദർ എന്ന സിനിമ. ഈ ഗോഡ് ഫാദർ എന്ന് കേൾക്കുമ്പോൾ തന്നെ അഞ്ഞൂറാൻ എന്ന പേരും അഞ്ഞൂറാനായിട്ട് അഭിനയിച്ച NN പിള്ള എന്ന നാടക ആചാര്യനെയായിരിക്കും നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. തീർച്ചയായിട്ടും ആ സമയത്ത് അന്നത്തെ ആളുകൾ മാത്രമല്ല ഇന്നത്തെ ആളുകളും ഒരു ആഘോഷത്തോടെ തന്നെ കാണുന്ന ഒരു സിനിമയാണ് ഈ ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ സിനിമ. അതിലെല്ലാം ഉണ്ട്. അതിൽ ആക്ഷനുണ്ട്, റൊമാൻസ് ഉണ്ട്, കോമഡി ഉണ്ട്, സെൻറ്റി ഉണ്ട്, ഡ്രാമയുണ്ട്. അങ്ങനെ ഒരു കംപ്ലീറ്റ് പാക്കേജ് തന്നെയായിരുന്നു ഈ സിനിമ എന്ന് തന്നെ പറയാം. അന്നും ഇന്നും പലരും ഇത് NN പിള്ള എന്ന ഈ അഞ്ഞൂറാൻ്റെ സിനിമയായിട്ടാണ് ഈ ഗോഡ് ഫാദർ എന്ന സിനിമയെ വിലയിരുത്തുന്നത്. പല സിനിമ സംബന്ധിയായിട്ടുള്ള പേജുകളിലും സൈറ്റുകളിലും ഒക്കെ നമ്മളത് കണ്ടിട്ടുണ്ട്. ഗോഡ് ഫാദർ എന്ന സിനിമ അഞ്ഞൂറാൻ്റെ സിനിമയാണ് എന്ന തരത്തിലാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ആ സിനിമയിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NN പിള്ള അല്ല എന്നാണ് എൻ്റെ ഉത്തരം. തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് കേട്ട് കഴിയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ സംഭവിച്ചേക്കും, യഥാർത്ഥം ഇവിടെ ഉള്ളിൽ വരും. പക്ഷേ തിലകൻ ആ ഗേറ്റും ചവിട്ടി തുറന്ന് ഇങ്ങനെ വന്ന് പറയുമ്പോൾ കാണുന്ന നമ്മളിലേക്കും വരികയാണ് ബലരാമേട്ടൻ അത് ചെയ്യും. അത് അദ്ദേഹത്തിൻ്റെ ആ സമയത്ത് കൂടെയുള്ള സഹനടന്മാരും മറ്റു നടന്മാരും ആ രീതിയിലുള്ള റിയാക്ഷൻ കൊടുക്കുന്നുണ്ട്. അതിലാകെ ഒരു പുച്ഛിച്ച് നിൽക്കുന്നത് അച്ചാമ്മ മാത്രമാണ്. അച്ചാമ്മയുടെ മുഖം നോക്കിയാൽ അറിയാം, ആ ഒരു ഭാഗത്തിലാണ് അച്ചാമ്മ നിൽക്കുന്നത്. ബാക്കി 4 പേരും ഞെട്ടി നിൽക്കുകയാണ്. കാരണം സാക്ഷാൽ അഞ്ഞൂറാൻ്റെ മൂത്ത മകൻ ബലരാമൻ ഗേറ്റും ചവിട്ടി തുറന്നിട്ട് വന്നിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് പോവാണ്. അത് വെറും ഭീഷണിയല്ല, കൊല്ലുമെന്ന് തന്നെ പറഞ്ഞിട്ട് പോവാണ്. അപ്പം അത് കണ്ടു നിൽക്കുന്ന അന്നത്തെ തലമുറയാവട്ടെ ഇന്നത്തെ തലമുറയാവട്ടെ നമുക്കൊരു തള്ളൊരു ഡയലോഗായിട്ട് തോന്നുന്നില്ല. അവിടെ അടിയില്ല, ഇടിയില്ല, കൈ തോക്കില്ല, കത്തിയില്ല, ഒന്നുമില്ല, സംഭാഷണം മാത്രം. പക്ഷേ ആ സംഭാഷണത്തിൽ നമുക്ക് ഫീലായി, നമുക്കറിയാം അത് ചെയ്യും, പുള്ളി അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി അത് ചെയ്യും എന്ന് നമുക്കറിയാം. അതൊരു സീനാണെങ്കിൽ ഇതേ സമാനമായിട്ടുള്ള വേറൊരു സീനിൽ ജീപ്പിൻ്റെ അവിടെ കൈ ഇങ്ങനെ വെച്ചിട്ട് സിദ്ദിഖിനെ തടഞ്ഞു നിർത്തിയിട്ട് മറ്റൊരു ഡയലോഗ് കൂടിയുണ്ട്. ഇന്ന് നീ അഞ്ഞൂറാൻ്റെ മോൻ്റെ ദേഹത്ത് കൈവച്ചു, ഇനി ഈ മണ്ണ് വാരിയിട്ടാ നിന്നെ കൊത്തി എരിഞ്ഞ് കടലിൽ കളയുന്നൊക്കെ പറഞ്ഞിട്ടൊരു ഡയലോഗിൽ സിദ്ദിഖിൻ്റെ റിയാക്ഷനും കൂടെയുണ്ട്. അപ്പോൾ അത് വളരെ ക്ലോസ് ആയിട്ട് നിന്നിട്ടുള്ള ഒരു മുഖത്തോട് മുഖം നോക്കിയുള്ള ഒരു അസാധ്യ ഭീഷണിയാണ്. അതും നമുക്ക് പ്രശ്നമില്ല, ഒരു തള്ളായിട്ട് 1% പോലും തള്ളായിട്ട് തോന്നില്ല. തിലകൻ എന്ന ആ നടനെ നമ്മൾ മാറ്റി നിർത്തിയിട്ട് ബലരാമൻ എന്ന കഥാപാത്രം അതങ്ങനെ തന്നെ ചെയ്യും എന്ന രീതിയിലേക്ക് നമ്മളെ വിശ്വസിപ്പിച്ചു ആ നടൻ. അത് ആ നടൻ്റെ കഴിവാണ്. അപ്പോൾ ഈ ഒരു 2 സീനിലെ പ്രകടനം മാത്രമല്ല, ഇതിൻ്റെ ക്ലൈമാക്സ് സീനിലും അവസാനമായിട്ട് തിലകൻ്റെ കഥാപാത്രമായിട്ടുള്ള ബലരാമൻ പറയുന്നുണ്ട്, അച്ഛൻ്റെ മനസ്സ് പറയുന്നത് ഞാൻ കേട്ടു, നീ താലി കെട്ടണമെന്ന് പറയുന്ന ആ സീനിലും അസാധ്യ പ്രകടനമാണ്. പിന്നീട് അസാധ്യ പ്രകടനമുണ്ട്. അപ്പോൾ അങ്ങനെ സ്ക്രീനിൽ വരുന്ന സമയങ്ങളിലെല്ലാം ഒരു രക്ഷയില്ലാത്ത പ്രകടനമാണ് തിലകൻ നടത്തിയത്. ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ ഈ സിനിമ, അഞ്ഞൂറാൻ എന്ന കഥാപാത്രം, NN പിള്ള എന്ന നാടകാചാര്യൻ, ഇതൊക്കെ ഇങ്ങനെ നിന്നുകൊണ്ട് നമ്മൾ തുടക്കം മുതലേ നമ്മൾ കണ്ടിട്ടില്ലാത്ത, അതിനു മുമ്പ് സ്ക്രീനിൽ കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ്, ഒരു മെലിഞ്ഞ ഒരു വ്യക്തി. ആരോഗ്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത്ര ആരോഗ്യമുണ്ടെന്ന് പറയാൻ പറ്റില്ല. മെലിഞ്ഞ ഒരാൾ, ഒരു പക്ഷേ 1 വടി കൊണ്ട് മാത്രം നടക്കുന്നത്. പക്ഷേ അതിശക്തമായിട്ടുള്ളൊരു കഥാപാത്ര സൃഷ്ടി അവിടെ ഈ സിദ്ദിഖ് ലാൽമാർ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിന് തക്കതായിട്ടുള്ള 4 മക്കളും. അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി പറയുന്ന അക്കാലത്തും ഇക്കാലത്തും എല്ലാം ഏറ്റവും കിടിലം ഒരു BGM കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ രീതിയിലും ബൂസ്റ്റ് ചെയ്ത ഒരു അസാധ്യ ഒരു കഥാപാത്ര സൃഷ്ടിയാണ് നടത്തിയിരിക്കുന്നത്. അതിനാൽ തന്നെ തുടക്കം മുതലേ ഈ അഞ്ഞൂറാൻ എന്ന് പറഞ്ഞ ഈ കഥാപാത്രത്തിന് ചുറ്റുമാണ് നമ്മുടെ എല്ലാം ഫോക്കസ് പോകുന്നത്. പിന്നെ അച്ചാമ്മ എന്ന് പറഞ്ഞാൽ, പിന്നെ മുകേഷിനെയൊക്കെ സാധാരണ അദ്ദേഹം സിനിമയിൽ ചെയ്യുന്നതിനപ്പുറം ഒന്നും അദ്ദേഹം അതിനകത്ത് ചെയ്തിട്ടില്ല. മറ്റേതെങ്കിലും നടന്മാരും അതിൽ കൂടുതലൊന്നും ചെയ്തിട്ടുണ്ടോ എന്ന് തോന്നുന്നില്ല. അവിടെ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയത് തിലകനാണ്. പക്ഷേ നമ്മുടെ കണ്ണും കാതും ശ്രദ്ധയുമൊക്കെ കവർന്നത് NN പിള്ളയാണെന്ന് പറയാം. കാരണം നമ്മൾ അതിന് മുമ്പ് അദ്ദേഹത്തിനെ സ്ക്രീനിൽ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് സ്ക്രീനിൽ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ നാടകം കണ്ടുള്ളവർക്ക് അറിയാം, അദ്ദേഹം ഒരു സംഭവമാണെന്നറിയാം, നാടക ആചാര്യനാണെന്നറിയാം, അദ്ദേഹം വിജയരാഘവൻ്റെ അച്ഛനാണ്, ഇതെല്ലാം നമുക്കറിയാം. പക്ഷേ അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ ഇതുപോലൊരു ശക്തനായിട്ടുള്ള ഒരു കഥാപാത്രം കൊടുത്ത് അതിന് ഉതകുന്ന തരത്തിലുള്ള ഡയലോഗുകളും ഒക്കെ കൊടുത്തു വന്നപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ പേരും അതിൻ്റെ ടൈറ്റിലും ഗോഡ് ഫാദർ എന്നുള്ള ടൈറ്റിലും കൂടെ എല്ലാം ആയപ്പോൾ യഥാർത്ഥത്തിൽ ആ സിനിമ അദ്ദേഹത്തിൻ്റെ അതായതാണ്. എന്നാൽ ആ സിനിമയിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയത് NN പിള്ളയല്ല, NN പിള്ളയേക്കാൾ ഒരു പടി കൂടി മികച്ച പ്രകടനം നടത്തിയത് തീർച്ചയായിട്ടും തിലകനാണ്. പിന്നെ തിലകനായതിനാൽ നമുക്ക് വലിയ അത്ഭുതമില്ല, അതും അതിൻ്റെ അപ്പുറമൊക്കെ അദ്ദേഹം വളരെ ഈസി ആയിട്ട് ചെയ്യുമെന്ന് അറിയാവുന്നതുകൊണ്ട്. എന്നാലും ഇപ്പം ഇത്രയെങ്കിലും ആയ സ്ഥിതിക്കെങ്കിലും പല ചർച്ചകളും കണ്ട സ്ഥിതിക്ക് പറയുകയാണ്, NN പിള്ളയുടെ പേരിൽ മാത്രം അറിയപ്പെടേണ്ട ഒരു സിനിമയല്ല അത്. NN പിള്ളയ്ക്ക് എത്രമാത്രം ക്രെഡിറ്റ് പോകുമോ ഏതാണ്ട് അത്രത്തോളം തന്നെ, അല്ലെങ്കിൽ അതിലോ കൂടുതലോ ബലരാമൻ എന്ന ആ കരുത്തുറ്റ അഞ്ഞൂറാൻ്റെ മകൻ തിലകൻ അഭിനയിച്ച ആ കഥാപാത്രത്തിനും അതിശക്തമായിട്ട് തന്നെയുള്ള എല്ലാ രീതിയിലുള്ള നല്ല പങ്ക് തന്നെയുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. നിന്റെ കൈ അഞ്ഞൂറാൻ്റെ ചക്കൻ്റെ നേരെ പോകും.